ഹായ് വെൽക്കം ടു ടെക്കണ്ണൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സബ് വൂഫേഴ്സിൻ്റെ ബോക്സസിനെ പറ്റിയാണ്. നമ്മൾ വെറുതെ ഒരു സബ് വൂഫറിൻ്റെ ഡ്രൈവർ, അതായത് സബ് വൂഫർ സ്പീക്കർ വാങ്ങി ഏതെങ്കിലും ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒപ്റ്റിമലായിട്ടുള്ള പെർഫോമൻസ് കിട്ടില്ല. പലപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാസായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് ക്ലാരിറ്റി ഉണ്ടാവില്ല, കൂടാതെ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്ര എഫക്റ്റും കിട്ടില്ല. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ സബ് വൂഫറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട് അതിൻ്റെ ഡ്രൈവറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സുമാണ്. അപ്പോൾ ആ ബോക്സ് നമുക്ക് പലതരത്തിലുള്ള ബോക്സസ് ഉണ്ട്. ഈ ബോക്സസുകൾ ഏതൊക്കെ തരമാണ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അവയുടെ അഡ്വാൻറ്റേജസ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊരു ഹെൽപ്പാണ് ഞങ്ങളുടെ ചാനലിന്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു സബ് വൂഫർ സ്പീക്കറിൻ്റെ ഏറ്റവും നല്ല റീപ്രൊഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സസാണ് അതിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് സബ് വൂഫറിന് മാത്രമല്ല, ബാക്കിയുള്ള സ്പീക്കേഴ്സിനും, അതായത് നമ്മുടെ ടവർ സ്പീക്കറുകൾക്കും ബുക്ക് ഷെൽഫ് സ്പീക്കറുകൾക്കും എല്ലാം ബാധകമാണിത്. അപ്പോൾ എന്തൊക്കെ തരം ബോക്സസാണെന്ന് നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സീൽഡ് ബോക്സ്. ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ബോക്സാണ് സീൽഡ് ബോക്സ്. അതുപോലെ തന്നെ വളരെയധികം നല്ല പെർഫോമൻസ് ഉള്ള ബോക്സാണ് സീൽഡ് ബോക്സ്. സീൽഡ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4 ഭാഗവും എല്ലാ ഭാഗവും കവേർഡ് ആയിരിക്കും. അതിലൊരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഹോള്, ഒരു സ്പീക്കർ വെക്കാനുള്ളൊരു ഹോള് വെച്ചിട്ട് സ്പീക്കർ അതിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഹോൾസ് ഒന്നും ഉണ്ടാവില്ല ബോക്സസിന്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന, സ്പീക്കർ പ്രവർത്തിക്കുമ്പോൾ സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വേവ്സ് നമുക്ക് പുറത്തേക്ക് വരും. പക്ഷേ ബാക്കിൽ നിന്നുള്ള വേവ്സ്, സ്പീക്കറിൻ്റെ ബാക്കിൽ നിന്ന് പുറപ്പെടുന്ന വേവ്സ് ബോക്സിൻ്റെ ചുമരുകളിൽ തട്ടിയിട്ട് തിരിച്ച് അതിൻ്റെ കോണിലേക്ക്, സ്പീക്കർ കോണിലേക്ക് വരും, സ്പീക്കറിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അതിനത് മുമ്പോട്ട് തള്ളും, സ്പീക്കറിനെ അത് മുമ്പോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ സ്പീക്കർ ഒരു സ്പ്രിങ് പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ബാസായിരിക്കും, ഡീപ്പായിട്ടുള്ള ബാസായിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഡിസൈൻ ചെയ്യാനും. പിന്നെ ഇത് ഹോം തിയേറ്ററിനേക്കാൾ കൂടുതൽ യോജിക്കുന്നത് മ്യൂസിക്കൽ ആപ്ലിക്കേഷൻസിനാണ്. അതായത് ടവർ സ്പീക്കറുകൾ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് സ്പീക്കറുകൾ എന്നിവയ്ക്കായിരിക്കും ഇത് കൂടുതൽ യോജിക്കുന്നത്. സബ് വൂഫറായിട്ട് നന്നായിട്ട് യോജിക്കും, പക്ഷേ കൂടുതൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബോക്സ് ഡിസൈനുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൗണ്ട് കുറവായിരിക്കും ഇതിന്. പക്ഷേ ക്ലാരിറ്റിയുള്ള സൗണ്ടായിരിക്കും, കൂടുതൽ ഡീപ്പായിട്ടുള്ള ബേസുമായിരിക്കും. അപ്പോൾ ഇതാണ് സീൽഡ് ബോക്സ്. ഇനി നമുക്ക് പോർട്ടഡ് ബോക്സ് എന്താണെന്ന് നോക്കാം. സാധാരണ ഇപ്പോൾ നമ്മൾ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം കാണുന്നത് പോർട്ടഡ് ബോക്സ് അല്ലെങ്കിൽ ബാസ് റിഫ്ലെക്സ് എൻക്ലോഷറാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്പീക്കേഴ്സൊക്കെ എടുക്കുമ്പോൾ കാണാം, അതിൻ്റെ സ്പീക്കർ കൂടാതെ അതിൻ്റെ അടിയിലെല്ലാം ഒരു ചെറിയൊരു ഹോള് കാണാം. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് ഉണ്ടാകും. അതിനെയാണ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പീക്കറിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന സൗണ്ട്, സ്പീക്കറിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന സൗണ്ട് ഈ പോർട്ടിൽ കൂടി ഈ പൈപ്പ് വഴി പുറത്തേക്ക് വരുന്നു. ആ വേവ്സ് പുറത്തേക്ക് വരുമ്പോൾ സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന വേവ്സും ബാക്കിൽ കൂടെ വരുന്ന വേവ്സും കൂടി കലർന്ന് അത് നല്ല ഹൈ സൗണ്ടിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല സൗണ്ടിൻ്റെ സൗണ്ട് പ്രഷർ കൂടുതലായിരിക്കും, കൂടുതൽ ഉച്ചത്തിലുള്ള സൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല പഞ്ചി ആയിട്ടുള്ള ബാസായിരിക്കും നിങ്ങൾക്ക് ഈ ബാസ് റിഫ്ലെക്സ് എൻക്ലോഷറിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ലെസ് ആംപ്ലിഫിക്കേഷൻ മതിയാവും. നമ്മൾ നേരത്തെ കണ്ട പോർട്ടഡ് സീൽഡ് എൻക്ലോഷർ വെച്ച് നോക്കുമ്പോൾ ഇതിന് ആംപ്ലിഫിക്കേഷൻ അതിൻ്റെ അത്രയും വേണ്ടി വരില്ല. അതാണ് ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ്. പിന്നെ വലിയ ഹാളുകളിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സൗണ്ട് എത്തിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതാണ് പോർട്ടഡ് അല്ലെങ്കിൽ ബാസ് റിഫ്ലെക്സ് എൻക്ലോഷർ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുവിധം കടകളിലേക്ക് കാണുന്ന ഒരുവിധം സ്പീക്കറുകളെല്ലാം തന്നെ ബാസ് റിഫ്ലെക്സ് ആയിരിക്കും. പക്ഷേ ഇത് സീൽഡ് ബോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇതിൻ്റെ ബോക്സ് വോളിയം കണക്കാക്കണം, ഈ പോർട്ടിൻ്റെ നീളം ആക്യുറേറ്റ് ആയിരിക്കണം. ഇതിൽ എല്ലാം കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് ബോക്സ് സ്പീക്കറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സൈസും കൂടുതലായിരിക്കും. സാധാരണ സീൽ ബോക്സിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും, വലിയ സൈസ് വേണ്ടി വരും ഇതിന്. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിന് വരുന്നത്. അഡ്വാൻറ്റേജ് സൗണ്ട് പ്രഷർ, സൗണ്ടിന് നല്ല പ്രഷർ, ഫുൾ പഞ്ചി ആയിട്ടുള്ള സൗണ്ട് നിങ്ങൾക്ക് കിട്ടും.
ഇനി മൂന്നാമത്തെ ടൈപ്പ് ബോക്സാണ്, ഇതാണ് ബാൻഡ് പാസ് ബോക്സ് എന്ന് പറയുന്നത്. ബാൻഡ് പാസ് ബോക്സ് എന്ന് പറയുന്നത് അതിൽ ഒരു പോർട്ടഡ് ബോക്സും ഒരു ക്ലോസ്ഡ് ബോക്സും ഉണ്ടാവും. അതിൻ്റെ ഇടയിലാണ് സ്പീക്കർ പിടിപ്പിക്കുക. അതായത് ഒരു വലിയ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു സെപ്പറേറ്റ് ചേംബർ ഉണ്ടാകും. ആ ചേംബറിൻ്റെ ഉള്ളിലാണ് സ്പീക്കർ ഡ്രൈവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പിലുള്ള ചേംബറിൽ ഇതുപോലെ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്കൊരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഒരു PVC പൈപ്പോ അങ്ങനെ എന്തെങ്കിലും പൈപ്പാണ് അതിൽ സാധാരണ പിടിപ്പിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്താ വയ്ക്കുകയെന്ന് വെച്ചാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെയധികം സ്ലാം കിട്ടുന്ന സ്പീക്കറായിരിക്കും ഇത്. നല്ല ഹെവി ബേസ് ആയിരിക്കും ഇതുകൊണ്ട് നമുക്ക് കിട്ടുക. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ റേഞ്ച് കുറവാണ്. അത് കുറച്ച് ഫ്രീക്വൻസികൾ മാത്രമേ ഇതിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ബൂം ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഒരു ബൂമിംഗ് എഫക്റ്റ് വരും. ബൂമിംഗ് എഫക്റ്റ് വന്നാൽ തന്നെ നമ്മുടെ സബ്വൂഫറിൻ്റെ പെർഫോമൻസ് വളരെയധികം മോശമാവും. ബൂമിംഗ് സൗണ്ടിൽ നമുക്ക് അധികം നേരം കേൾക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചെവി വേദനയൊക്കെ തുടങ്ങാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ട എത്ര ഫ്രീക്വൻസി ചെറിയൊരു ബാൻഡിലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. പിന്നെ ഇത് വളരെ ഇതിൻ്റെ സ്ഥലവും കുറച്ച് മതിയാവും. അപ്പോൾ ഇതാണ് ബാൻഡ് പാസ് ബോക്സ് എന്ന് പറയുന്നത്. ഹെവി ബേസിന് വേണ്ടിയിട്ടും ഹെവി സ്ലാമിന് വേണ്ടിയിട്ടുള്ള ബോക്സാണിത്. ഇനി നമ്മൾ അധികം കാണാത്തൊരു ബോക്സാണ് ട്രാൻസ്മിഷൻ ലൈൻ അഥവാ ക്വാർട്ടർ വേവ് ബോക്സ് എന്ന് പറയുന്നത്. ക്വാർട്ടർ വേവ് ബോക്സ് ഇന്ത്യയിൽ അധികം യൂസ് ചെയ്യാറില്ല. അധികം ആളുകൾ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. എബ്രോഡാണ് പിന്നെയും കുറച്ച് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ ഡ്രൈവറുകളിൽ പോലും വളരെ നല്ല ബേസ് എഫക്റ്റ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഡ്രൈവറാണെങ്കിൽ പോലും ഇത് നല്ല ഹെവി ബാസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്പീക്കറിനും ഒരു റെസൊണൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. അതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ആ ഫ്രീക്വൻസിയുടെ ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ ക്വാർട്ടർ ലെങ്ത്, അതായത് ഇപ്പോൾ ഒരു 100 മീറ്ററുള്ള ഒരു വേവ് ആണെങ്കിൽ 25 മീറ്റർ ലെങ്ത് എടുക്കുക. അല്ലെങ്കിൽ ഒരു 10 മീറ്ററുള്ള വേവ് ആണെങ്കിൽ 2.5 മീറ്റർ ലെങ്ത് എടുക്കുക. അത്രയും നീളത്തിലൊരു പൈപ്പ് പോലെ നമ്മുടെ സ്പീക്കറിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേവ്സ് ഹെവി ബേസ് പ്രൊവൈഡ് ചെയ്യും. ഹെവി ആയിട്ടുള്ള ബേസാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസൈനിൽ നമുക്ക് നല്ല ബേസ് എഫക്റ്റ് കിട്ടുന്നൊരു ഡിസൈനാണ്. പക്ഷേ ഇന്ത്യയിൽ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. അത് ഡിസൈൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വലിപ്പം കൂടുതലുമാണ് മറ്റുള്ള സ്പീക്കറിനെ സംബന്ധിച്ച്. പക്ഷേ ടവർ സ്പീക്കറുകളൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ല ഒരു ബോക്സ് ഡിസൈനാണ് ട്രാൻസ്മിഷൻ ലൈൻ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ടവർ സ്പീക്കേഴ്സാണ്. അത് വളരെയധികം 5.5 ഇഞ്ചിൻ്റെ ഡ്രൈവറാണ് അതിലുള്ളത്. പക്ഷേ അതൊരു 10 ഇഞ്ച് ഡ്രൈവറിൻ്റെയൊക്കെ പെർഫോമൻസിലുള്ള ബേസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ നമ്മൾ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ബോക്സസ് കണ്ടു. അപ്പോൾ മെയിൻലി നമ്മൾ സീൽഡ് ബോക്സും ബാസ് റിഫ്ലെക്സ് എൻക്ലോഷർ, അതായത് പോർട്ടഡ് ബോക്സസും ഓട്ടയുള്ള അതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ബോക്സുമാണ് മെയിൻലി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ബോക്സസ് സ്പീക്കർ എൻക്ലോഷേഴ്സിനെ പറ്റി കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പീക്കറിൻ്റെ എൻക്ലോഷേഴ്സിൻ്റെ വോളിയം, അതിനുള്ളിലുള്ള എത്രയാണ് അതിൻ്റെ വോളിയം എത്ര വരണമെന്ന് കണ്ടുപിടിക്കണം. അത് ഓരോ സ്പീക്കറിനും, ഈ സ്പീക്കേഴ്സിനൊക്കെ TS പാരാമീറ്റേഴ്സ് എന്ന കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള വോളിയം, അതിൻ്റെ ഉള്ളിൽ എത്ര വോളിയമാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ബോക്സസിൻ്റെ ഉള്ളിലുള്ള വോളിയം കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളൊരു ബോക്സ് പണിയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഇൻറ്റേർണൽ വോളിയം എത്ര വേണമെന്ന് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ബോക്സിൻ്റെ ആ വോളിയം വെച്ചിട്ട് എങ്ങനെയാണ് ബോക്സിൻ്റെ സൈസ് കണ്ടുപിടിക്കേണ്ടതെന്നെല്ലാം നമ്മൾ അടുത്ത ഈ സബ്വൂഫറിനെയും സ്പീക്കറിനെയും പറ്റിയുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ മുകളിലുള്ള ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് ആൻഡ് ഗുഡ് ഡേ.